ഹായ് പ്രിയപ്പെട്ട മച്ചന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കോട്ടയം ജില്ലയിൽ പൊന്തമ്പുഴ ആലപ്ര റോഡ്, അതായത് പൊന്തമ്പുഴ ചുങ്കപ്പാറ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പുളിക്കമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരണം പുളിക്കമ്പാറയിലാണ് ഈ റോഡിൻ്റെ, അതായത് കോട്ടയം ജില്ലയിൽ, അത് പ്രത്യേകിച്ച് പിന്നെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ തുടക്കം, മണിമല പഞ്ചായത്താണ് കേട്ടോ. അത് നിങ്ങൾ ഓർമ്മ വെക്കുക. ഈ റോഡിൻ്റെ ഒരവസ്ഥ കാണിച്ചു തരാം. കാരണം എന്തറിയാമോ, ഒരു കഴിഞ്ഞ കുറേ നാളുകളായി അറ്റകുറ്റപ്പണിയല്ലാതെ ഈ റോഡ് നടക്കുന്നില്ല. റോഡിന് നിർമ്മാണം നടത്തി, അതായത് അറ്റകുറ്റപ്പണി നടത്തി ഒരു 15 ദിവസം കഴിയുമ്പം വീണ്ടും റോഡ് കുഴിയായിട്ട് മാറുക. അപ്പോൾ അറ്റകുറ്റപ്പണിയുടെ കാര്യം അറിയാമല്ലോ. ഇത് കണ്ടോ, നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന, അതായത് പുളിക്കമ്പാറ പാലം. ഇത് നിരവധി തവണ മാധ്യമങ്ങൾ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഏറ്റവും പഴക്കം ചെന്ന പാലമാണ് കേട്ടോ. ഇതിൽ ഒരു സൈഡ് പുതുക്കി പണിതിട്ട് ഏതാണ്ട് ഒരു 15-20 വർഷത്തോളമായി. അപ്പോൾ ഇതിൻ്റെ കാലാവധി ഒന്നറിയാമല്ലോ. ഏത് സമയത്തും ഏത് അപകടവും ഉണ്ടാകുന്ന രീതിയിലാണ് ഈ പാലത്തിൻ്റെ ഇടത് സൈഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതോടൊന്ന് കണ്ടോ കേട്ടോ, കേരള പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം കോട്ടയം പൊന്തമ്പുഴ ആലപ്ര റോഡ്, പ്രധാന 3.5 കിലോമീറ്റർ. ഇതാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഈ റോഡ് കണ്ടോ. ഈ റോഡിൻ്റെ ഒരു വശം കുറേ ഭാഗം ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതുവരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര ദുർഘടമായ വലിയ ഗർത്തങ്ങളാണ്. കാരണം ഒരു ബൈക്ക് പോലും അകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ കുഴിക്കകത്ത് ചാടിയാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ. പുളിക്കമ്പാറ റോഡിൻ്റെ, അതായത് ആലപ്പുറ പൊന്തമ്പുഴ റോഡിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത് കണ്ടോണം. നമ്മുടെ നാട്ടിൽ പോലും, അതായത് ഈ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പോലും ഇതുപോലെ റോഡുണ്ടെന്ന് തോന്നുന്നില്ല. നൗഷാദ്, പ്രിയപ്പെട്ട നൗഷാദെ, ഈ റോഡിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? റോഡിൻ്റെ ഒന്ന് പറഞ്ഞേ. കണ്ടോ, നമ്മൾ ബന്ധപ്പെട്ടവരിത് കാണണം കേട്ടോ. ഈ റോഡ് നശിച്ച് കിടക്കുന്നത് ജനപ്രതിനിധികൾ കാണണം, MLA കാണണം, ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ കാണണം. കണ്ടോ, ഒരു ദാശാലും ഇതുവഴി വരാൻ പറ്റത്തില്ല. മഴക്കാലമായാൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഈ റോഡിൽ കൂടെ വലിച്ചു വരുന്നത്. വേണ്ടത്ര ഓടകളില്ല, റോഡിന് വീതി കുറവ്, ഇതെല്ലാം പ്രശ്നം. കാണാം, അപ്പോൾ ഒരു വാഹനം വരുന്നതാണ്, ഒരു കാറ് വരുന്നത് നിങ്ങൾ കാണാം. എന്നുണ്ടോ, ഇതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ആലപ്പുറ സിറ്റി മുതൽ മേലേക്കവല പൊന്തമ്പുഴ വരെ വലിയ ഗർത്തം. അതായത് ഒരു ബൈക്ക് പോലും, ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു ബൈക്ക് പോലും ആ ടയർ കുഴിയിലിറങ്ങി കഴിഞ്ഞാൽ അതേപോലെയാണ്. എന്നാൽ അറ്റകുറ്റപ്പണി 3 മാസം 4 മാസം കൂടുമ്പോൾ അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട്, കുഴികൾ നികത്തി പോകുന്നുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളെ പോയി കാണിച്ചല്ലോ, ആ കോൺട്രാക്ടറുടെ ഏതാണ്ട് 3-ാം മാസം മുതൽ അടുത്ത 3-ാം മാസം വരെയാണെന്ന് കാലാവധി 1 വർഷത്തേക്ക് വെച്ചിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അറ്റകുറ്റപ്പണി നടക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ അവസ്ഥ കൂടെ ചിന്തിച്ച് ചോദിക്കും. അപ്പോൾ റോഡിന് ഒരു കാരണവശാലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെന്നാണ്. ഈ റോഡ് PNC നിലവാരത്തിൽ റോഡ് പുതുക്കി പണിത ഒരു പരിധി വരെ ഈ മറ്റുള്ള റോഡുകളെ പോലെ ആകും. അതുപോലെ തന്നെ വേറെ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് പുന്നല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഭാഗം, അതായത് ചുങ്കപ്പാറയിൽ നിന്നൊരു 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ഏതാണ്ട് 1 കിലോമീറ്റർ ഈ റോഡ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം ഒരു മെയിൻ്റനൻസ് ജോലി കഴിഞ്ഞു. ആ ജോലി ഏതാണ്ടൊരു 2 മാസത്തേക്ക് നിലനിൽക്കും. എങ്കിൽ പോലും റോഡ് പൊളിഞ്ഞ് പഴയതുപോലെ തന്നെയാകും. അപ്പോൾ ചുങ്കപ്പാറയിൽ നിന്ന്, അതായത് ആലപ്പുറ വഴി പൊന്തമ്പുഴയ്ക്കുള്ള റോഡാണ്. അടിയന്തരമായിട്ട് ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി, അത് പ്രത്യേകിച്ച് ശബരിമല റൂട്ടോടു കൂടിയാണ്. അപ്പോൾ വലിയ പ്രാധാന്യത്തോട് പൊതുമരാമത്ത് വകുപ്പ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും ഇടപെട്ട് ഈ റോഡ് പണിയാനുള്ള ഒരു സംവിധാനം ചെയ്താൽ ഈ 100 കണക്കിന് കുടുംബങ്ങൾക്കും 100 കണക്കിന് വാഹനങ്ങൾക്കും ഏറ്റവും നന്നായിരിക്കും. കണ്ടോ, 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ. എല്ലാം വളരെ, അതായത് റോഡിൻ്റെ പരിസരത്ത് പോലും താമസിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളുണ്ട്. ചെളി തെറിച്ച് അവരുടെ വീട്ടിലേക്കാണ് ചെളി തെളിക്കുന്നത്. അവർ പെയിൻ്റ് അടിച്ച വീടിന് പോലും കേടക്കാനും ചെളിയായിക്കൊണ്ടിരിക്കുക. അതേ അവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. അടിയന്തര നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയോട് നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.